പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് ഒരുവൻ ഓടി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് യേശുവിനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇന്നത്തെ നമ്മളുടെ പ്രാർത്ഥന വിഷയവും നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചുരുക്കം ചില വാക്കുകളിലൂടെ ദൈവം ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ്, എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അടുത്ത് വന്ന ആ വ്യക്തി നല്ലവനെന്ന് വിളിച്ചത്? യേശുവും അത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിച്ചത്? നല്ലവൻ ഒരുവൻ മാത്രം, സ്വർഗത്തിലെ ദൈവം. എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ചോദ്യം ചോദിച്ചു. എന്താ കർത്താവേ നല്ലവനെന്ന് അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഒരുവൻ വിളിക്കുന്നത്? ആ വിളിക്ക് പല അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം കർത്താവ് പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ വ്യക്തിയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയാറുണ്ട്. പ്രത്യേകിച്ചും യേശു പല ആളുകളോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് യേശുവിൻ്റെ അടുത്ത് ചെന്ന്, ഗുരു നീ നല്ലവനാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും കിട്ടുന്ന മറുപടി യേശുവിന് അതൊരു ഭയങ്കര സന്തോഷമാകും. അതുകൊണ്ട് യേശു തിരിച്ചു തരുന്ന മറുപടി ആ ചെന്ന വ്യക്തിയെ ആശ്വസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളും പലപ്പോഴും ഇങ്ങനെയാ. ചില ആൾക്കാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര വിധേയത്വവും വിനീത മനോഭാവവും ഉണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് ചിലത് പ്രതീക്ഷിച്ചു കൊണ്ടാണ് പോകുന്നത്. ഇവിടെ ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് ചെന്ന് നല്ലവനെന്ന് വിളിച്ചപ്പോൾ യേശുവിൽ നിന്ന് ഇവനെ പൊക്കി പറയുന്ന, അല്ലെങ്കിൽ ഇവൻ കുഴപ്പക്കാരനല്ല, ഇവൻ നല്ലവനാണെന്ന് തിരിച്ചു പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി യേശുവിൽ നിന്ന് ഉണ്ടാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു ഹൃദയത്തിൽ. അതുകൊണ്ടാ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നല്ലവനായ ഗുരു എന്ന് വിളിച്ചത്. എന്നാൽ യേശു മുളയിലെ അത് നുള്ളിക്കളഞ്ഞു. പിശാച് പരീക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോഴും യേശുവിനോട് ഇതേ കാര്യമാണ് പറഞ്ഞത്, നീ ദൈവപുത്രനാണെങ്കിൽ. യേശു ആ വാക്കിനെ അപ്പോൾ തന്നെ തിരസ്കരിച്ച് വിടുകയാണ് ചെയ്തത്. നമ്മളെ ആര് പൊക്കി പറയുന്നുണ്ടെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാ. ആര് നമ്മളെ വലിയവനാക്കി പൊക്കി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള വാക്കുമായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ടോ, വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. അത് പിശാചിന് വലിയൊരു തന്ത്രമാ. അതുകൊണ്ടാണ് ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ യേശു മുളയിലെ അത് നുള്ളിക്കളഞ്ഞത്. നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ്. അതിനുശേഷം അവനുള്ള മറുപടി യേശു കൊടുക്കുകയാ, നിത്യജീവൻ അവകാശമാക്കാൻ ഒരുവൻ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ കാര്യം യേശു പറഞ്ഞു, നിനക്കറിയാമല്ലോ, കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവനായിരിക്കണം. ഒരുവൻ നിത്യജീവൻ അവകാശമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് അവന് നിയോഗിക്കപ്പെട്ട, അവന് ലഭിച്ചിട്ടുള്ള കൽപ്പന പാലിച്ച് ജീവിക്കുന്നവരായിരിക്കണം. കൽപ്പന പാലിക്കാതെ ജീവിക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവനും പള്ളിയിൽ പോകുന്നവനും ധ്യാനത്തിൽ പങ്കെടുക്കുന്നവനും നേർച്ച കാഴ്ചകൾ നൽകുന്നവനും പെരുന്നാളുകൾ അർപ്പിക്കുന്നവനും കഴിപ്പിക്കുന്നവനും ഒക്കെയാണ്
ദൈവരാജ്യത്തിൽ പോകുന്നത് അല്ലെങ്കിൽ നിത്യജീവൻ നേടുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ളവരല്ല, കൽപ്പനകൾ പാലിക്കുന്നവരാണ് നിത്യജീവൻ അവകാശമാക്കുന്നത്. അതിനുശേഷം യേശു പറഞ്ഞ കൽപ്പനകൾ നിനക്ക് അറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം തുടങ്ങിയ കൽപ്പനകൾ യേശു ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ വ്യക്തി യേശുവിനോട് പറഞ്ഞു, ഞാനിതെല്ലാം ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട്. ഈ ഒറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതുകൊണ്ടാണ് യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ നല്ലവനായ ഗുരു എന്ന് വിളിച്ചത്. ഇതൊക്കെ പാലിച്ചേച്ചാ വരുന്നത് എന്നുള്ള ഒരു ചിന്ത അവനിലുണ്ട്. എന്നെ ഈ യേശു ബഹുമാനിക്കും, കാരണം ഈ കൽപ്പനകളെല്ലാം പാലിച്ചാണ് ചെല്ലുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധം അവനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞത് ഞാനിതെല്ലാം പാലിക്കുന്നുണ്ട്. നിത്യജീവൻ അവകാശമാക്കാനുള്ള രണ്ടാമത്തെ കാര്യം യേശു പറഞ്ഞു കൊടുത്തു. എനിക്കിനി നിന്നോട് പറയാനുള്ളത്, നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം വേണം. ഇവിടെ നിനക്ക് ധാരാളം സമ്പത്തുണ്ട്, നിക്ഷേപമുണ്ട്. പക്ഷെ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപമില്ല. അതിന് വേണ്ടത് നിനക്കുള്ള സമ്പത്തെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. യേശു പറഞ്ഞത്, നിനക്കുള്ള സമ്പത്തെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. സമ്പത്തെല്ലാം വിറ്റ് സഹോദരങ്ങൾക്ക് കൊടുക്കണമെന്നോ മക്കൾക്ക് കൊടുക്കണമെന്നോ അയൽവക്കത്തുള്ളവർക്ക് കൊടുക്കണമെന്നോ പള്ളിക്ക് കൊടുക്കണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. അപ്പോൾ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ടാകും. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ സ്വർഗരാജ്യത്ത് നിക്ഷേപം വേണം. വെറും കൈയോടെ കടന്നു ചെല്ലുന്നവൻ സ്വർഗരാജ്യത്തില് സ്വീകാര്യനാവത്തില്ല. അതുകൊണ്ട് ഒരിക്കൽ കർത്താവ് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് ദൈവസന്നിധിയിൽ മേടിക്കണം. ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്, നശിച്ചു പോകുന്നതും കൊണ്ടുപോകാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ചോദിച്ച് മേടിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതല്ല. മൂന്നാമത്തെ കാര്യം കർത്താവ് പറയുകയാ, അതിനുശേഷം നീ വന്ന് എന്നെ അനുഗമിക്കണം. ഒന്ന്, നീ കൽപ്പനകൾ പാലിക്കണം. രണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നീ സ്വർഗത്തിൽ നിക്ഷേപം ഉള്ളവനാക്കി മാറ്റണം. മൂന്നാമത്തെ കാര്യം, അതിനുശേഷം വന്ന് നീ എന്നെ അനുഗമിക്കണം. നിത്യജീവൻ അവകാശമാക്കാൻ ഈ 3 കാര്യങ്ങൾ ആവശ്യമാണ്. 2 കാര്യങ്ങൾ പോരാ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പിന്നീട് നീ എന്നെ അനുഗമിക്കണം. ഒന്നുമില്ലായ്മയിൽ യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് നിനക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത്. ഇതെല്ലാം എടുത്തുകൊണ്ട് ധാരാളം സമ്പത്തൊക്കെ വെച്ച് കൽപ്പനകളൊന്നും പാലിക്കാതെ ഇന്ന് നമ്മളൊക്കെ യേശുവിനെ അനുഗമിക്കുന്നവരായി മാറുമ്പോൾ കർത്താവ് പറയുകയാ, സ്വർഗരാജ്യം, നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കത്തില്ല, നമുക്ക് ലഭിക്കത്തില്ല. കൽപ്പനകൾ പാലിച്ച് ദരിദ്രർക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപം സ്വീകരിച്ച് നിക്ഷേപം സ്വർഗത്തിൽ വർദ്ധിപ്പിച്ച് യേശുവിനെ അനുഗമിക്കുന്നവരായി മാറുമ്പോൾ നിത്യജീവൻ അവകാശമാക്കും. ഒരുവൻ യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞതുപോലെ കൽപ്പന പാലിച്ച് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം യേശുവിനെ അനുഗമിക്കാൻ. അവന് മാത്രമേ യഥാർത്ഥ യേശുവിൻ്റെ ശിഷ്യനായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇത് കേട്ട ആ വ്യക്തി വളരെ വേദനയോടെ അവിടെ നിന്ന് കടന്നുപോയി, വളരെ വ്യസനത്തോടെ അവിടെ നിന്ന് കടന്നുപോയി. എന്തുകൊണ്ടെന്നാൽ അവന് അനേകം സമ്പത്തുണ്ടായിരുന്നു. അവൻ കടന്നു വന്ന് യേശുവിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞത്, നല്ലവനായ ഗുരു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, കൊള്ളാം, നീ നല്ലവനാണ്, എന്നെ മനസ്സിലാക്കിയല്ലോ, നീ കൽപ്പനകൾ പാലിക്കുന്നവനാണ്, നീ സ്വർഗരാജ്യത്തിന് യോജിച്ചവന്, നിനക്ക് നിത്യജീവൻ ലഭിക്കുമെന്നുള്ള വാക്ക് പ്രതീക്ഷിച്ചു വന്നപ്പോ
തിരിച്ചു പോകുന്നത് വളരെ വ്യസനത്തോടെയാ. ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്ന നമ്മളോട് കർത്താവ് പറയുകയാ, കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കേൾക്കുന്ന വാക്കുകള് തിരിച്ച് വ്യസനത്തോടെ പോകുന്നവരെ പോലെ ആവരുത് നമ്മൾ. കർത്താവ് രക്ഷ പ്രാപിക്കാൻ നിത്യജീവിതത്തിലുള്ള വഴിയല്ലേ പറഞ്ഞു തന്നത്. അത് സ്വീകരിച്ച് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാൻ ആ വ്യക്തിക്ക് തയ്യാറായില്ല. ആ വ്യക്തിക്ക് അത് സാധിച്ചില്ല. കാരണം ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ നേടിവെച്ചതും പിടിച്ചു വെച്ചതും കയ്യിൽ കൊണ്ട് നടക്കുന്നതായിട്ട് ഒന്നും വിട്ടുകളയാൻ തയ്യാറല്ല. എന്നിട്ടും ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്, സ്വർഗരാജ്യം എനിക്ക് അവകാശമാണെന്നുള്ള ധാരണയോടെ നടക്കുമ്പോൾ കർത്താവ് പറയുക, ഇതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വ്യസനത്തോടെ അല്ല പോകേണ്ടത്. എൻ്റെ കർത്താവ് എനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വഴി പറഞ്ഞു തന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള, നിത്യജീവനിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴി എനിക്ക് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നല്ലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ എന്നെ മാറ്റാൻ, എന്നെ തിരുത്താൻ തയ്യാറാകുമ്പോൾ സ്വർഗം സന്തോഷിക്കും. യഥാർത്ഥ വിശ്വാസികളായിട്ട് നമ്മൾ മാറും. അവൻ വ്യസനത്തോടെ പോകുന്നത് കണ്ടപ്പോൾ യേശു കൂടെ ഉണ്ടവരോട് പറഞ്ഞു, അവന്റെ പോക്ക് കണ്ടിട്ട് സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാ. അത് നടക്കാത്ത കാര്യവും. അതുപോലെ സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നടക്കാത്ത കാര്യമാ. ഇന്ന് നമ്മളുടെ പലരുടെയും പോക്ക് കണ്ടിട്ട് കർത്താവ് ഇതുപോലെ പലതും പറയുന്നുണ്ട്. അവന്റെ പോക്ക് കാണുമ്പോൾ ഇവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നമ്മുടെ ഓരോരുത്തരുടെ പോക്ക് കാണുമ്പോൾ കർത്താവ് പറയണം, എൻ്റെ വാക്ക് സ്വീകരിച്ച് അവൻ എൻ്റെ പിന്നാലെ വരുന്നവനാ, അവൻ സ്വർഗരാജ്യത്തിനും നിത്യജീവനത്തിനും അർഹനായവനാ എന്ന് പറയുമ്പോഴാ ഓരോ പ്രാർത്ഥനയും, ഓരോ പ്രാർത്ഥനാ മീറ്റിങ്ങുകളും, കേൾക്കുന്ന വചനവും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി മാറുന്നതെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്.